പോർച്ചുഗൽ ടീം ക്യാമ്പ് ഇപ്പോഴും ജോട്ടയുടെ വിയോഗത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. താരത്തിന്റെ ഓർമ്മകളാൽ മുഖരിതമാണ് പോർച്ചുഗലിന്റെ മൈതാനങ്ങൾ അത്രയും. പരിശീലന സെഷനുകളിൽ ജോട്ട ധരിച്ചിരുന്ന 21 നമ്പർ ജേഴ്സി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജോട്ട കൂടെയുണ്ട് എന്നത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. അവൻ കളിക്കളത്തിൽ കാണിച്ച ആവേശം ഒന്നുമാത്രം മതി ഈ ടീമിന് മുന്നോട്ട് കുതിക്കാൻ. ഡിയോഗോ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കും. ഇതിഹാസ താരം ക്രിസ്ത്യാനോ പങ്കുവെച്ച ഈ വാക്കിലുണ്ട് ആരാണ് പോർച്ചുഗലിന് ജോട്ടയെന്ന്. ആരാധകരുടെയും സഹതാരങ്ങളുടെയും ഹൃദയത്തിൽ മരണമില്ലാത്ത പോരാളിയാണ് ജോട്ട. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗൽ ടീമിൽ 27ാമനായി അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. ടീമിൽ ജോട്ടയുടെ സാന്നിധ്യം ഒരു പ്രതീകാത്മക ഓർമ്മപ്പെടുത്തലായി മാറിയത് അദ്ദേഹത്തിന് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ലോകകപ്പിനുള്ള ടീമിലുണ്ടാകുമായിരുന്നു ജോട്ട. പോർച്ചുഗലിന് മാത്രമല്ല, ആധുനിക കാലത്തെ മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ താരത്തിൻ്റെ വിയോഗം ലിവർപൂളിനെയും വേട്ടയാടി. 2020 വോൾസിൽ നിന്ന് ആൻഫീൽഡിൽ എത്തിയതിനു ശേഷം ജോട്ട ലിവർപൂൾ ആരാധകരുടെ പ്രിയങ്കരരായിരുന്നു. മുഹമ്മദ് സല, സാദിയോ മാനെ, റോബർട്ടോ ഫിർമിനോ എന്നിവരടങ്ങിയ വിഖ്യാത സഖ്യത്തിനിടയിലേക്കാണ് ജോട്ട കടന്നു വന്നത്. കഠിനാധ്വാനം കൊണ്ടും ക്ലിനിക്കൽ ഫിനിഷ് കൊണ്ടും ജോട്ട ലിവർപൂളിൻ്റെ അവിഭാജ്യ ഘടകമായി.